അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ്. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രം പറയാനായിട്ടാണ്. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ തൈം വംശത്തിലാണ് അബൂബക്കറിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാമം ഉത്മാൻ അബു ഗുഹാഫ എന്നും മാതാവിൻ്റെ പേര് സെൽമ ഉമ്മുൽ ഗൈർ എന്നുമായിരുന്നു. അബൂബക്കർ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. കഅബയുടെ അടിമ എന്നർത്ഥം വരുന്ന ആ പേര് ഇസ്ലാം സ്വീകരണത്തോടെ അബ്ദുള്ള എന്ന് മാറ്റി. വെളുത്തുമെലിൻ്റെ ശരീരപ്രകൃതമായിരുന്നു അബൂബക്കറിനുണ്ടായിരുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് അബൂബക്കറിൻ്റെ ജനനം. മറ്റു അറബ് കുട്ടികളെപ്പോലെ തന്നെ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ബദുക്കളുടെ ഇടയിലായിരുന്നു. ചെറുപ്രായത്തിലെ അബൂബക്കർ വിഗ്രഹാരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. 10 വയസ്സായപ്പോൾ പിതാവിൻ്റെ കൂടെ കച്ചവട സംഘവുമായി ചേർന്ന് അബൂബക്കർ സിറിയയിലേക്ക് പോയി. ആ സമയം 12 വയസ്സുള്ള മുഹമ്മദും കച്ചവട സംഘത്തോടൊപ്പം ഉണ്ട്. മക്കയിലെ മറ്റു സമ്പന്ന കച്ചവട കുടുംബത്തിലെ കുട്ടികളെപ്പോലെ അബൂബക്കറും സാക്ഷരനും കവിതകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. വർഷാവർഷം ഉക്കാദിൽ നടക്കുന്ന കാവ്യ സദസ്സിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഓർമ്മശക്തിയിൽ മികച്ചു നിന്നിരുന്ന അബൂബക്കറിനെ അറബ് ഗോത്രങ്ങളുടെ വംശപരമ്പരകൾ കൃത്യമായി അറിയാമായിരുന്നു. 18-ാം വയസ്സിൽ അദ്ദേഹം വ്യാപാരത്തിലേക്ക് തിരിയുകയും കുടുംബ വ്യാപാരമായ വസ്ത്രവ്യാപാരം ഒരു തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് 4 ഭാര്യമാർ ഉണ്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അബൂബക്കർ നിരന്തരം വ്യാപാര യാത്രകൾ നടത്തി. യമൻ, സിറിയ കൂടാതെ മറ്റിടങ്ങളിലും അദ്ദേഹം ഈ ആവശ്യാർത്ഥം സഞ്ചരിച്ചു. കൂടുതൽ സമ്പാദ്യവും അനുഭവങ്ങളും ഈ യാത്രകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. നല്ല വ്യാപാരനോദിക്കാൻ കൈവന്ന അബൂബക്കറിന് സാമൂഹ്യ പദവിയിലും പ്രാധാന്യം ലഭിച്ചു. പിതാവ് ജീവിച്ചിരിക്കെ തന്നെ അബൂബക്കർ തൻ്റെ ഗോത്രത്തിൻ്റെ പ്രധാനിയായി അംഗീകാരം നേടി. ഗോത്രത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം തേടി അദ്ദേഹത്തെയാണ് ആളുകൾ സമീപിച്ചിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയിലൂടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.